നമ്മൾ ഇന്ന് ഒരു ക്യാമ്പിങ്ങിന് വേണ്ടി വന്നേക്കുവാണ്. അർക്കാവതി ബാക്ക് വാട്ടറിൻ്റെ മുന്നിലാണ് ഇന്ന് ക്യാമ്പിങ്ങിന് വന്നേക്കണേ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞ് 22 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. നമ്മളിവിടെ കനകപുര റോഡിൻ്റെ അടുത്തുള്ള അർക്കാവതി ബാക്ക് വാട്ടറിൻ്റെ മുന്നിലാണ് ഇന്ന് ക്യാമ്പിങ്ങിന് വന്നേക്കണേ. പെട്ടെന്നായിരുന്നു നമ്മുടെ പ്ലാൻ വന്നത്. അപ്പോൾ അങ്ങനെ ഞാനും നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ടെൻ്റൊക്കെ അടിക്കാനായിട്ട് തുടങ്ങാൻ പോവാട്ടോ. അപ്പം ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് രാവിലെ നേരം വെളുക്കുമ്പോൾ തൊട്ട് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫയർ ഇടുവാണെങ്കിൽ 2 കാര്യമുണ്ട് കേട്ടോ. ഒന്ന്, നമുക്ക് ഒരു തണുപ്പിനുള്ള ഒരു നല്ലൊരു ഇത് കിട്ടും. അത് പറഞ്ഞിട്ട് ഇനി നമ്മൾ ഈ സ്ഥലത്ത് എന്തെങ്കിലും വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ഫയർ ഇട്ട് വയ്ക്കുവാണെങ്കിൽ അതൊരു സേഫ്റ്റി പ്രിക്കോഷൻ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാട്ടോ അത് ചെയ്യുന്നത്.
ഫ്രണ്ട്സ്, സാധാരണ നമ്മളിങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ സാധാരണ പോകാറുണ്ട്, പക്ഷേ വീഡിയോ അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഇത് ഞാനൊന്ന് ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു, നമ്മൾ എങ്ങനെ നല്ലൊരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ അതിനകത്ത് ഒരുപാട് പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാക്കി. എന്താണെങ്കിലും ഈ യാത്രയിൽ നമുക്ക് പഠിക്കാൻ പറ്റിയത് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. ഈ നേച്ചറുമായിട്ട് ഇഴങ്ങി ചേർന്ന് താമസിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ളൊരു ഇതാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ മൈൻഡിൽ തോന്നിയ കാര്യങ്ങളൊക്കെ നമുക്ക് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. നമുക്ക് പോസിറ്റീവും നെഗറ്റീവും എന്തും ആയിക്കോട്ടെ, അത് നമുക്കൊന്ന് പറഞ്ഞ് നമ്മുടെ കമൻ്റായിട്ട് ഇടുക കേട്ടോ ഫ്രണ്ട്സ്. ചുറ്റുപാട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നവർക്ക് അതൊരു വലിയ സന്തോഷമായിരിക്കും എന്നൊരു വിചാരിച്ച് ഇനി വരുന്നവർ ഇവിടെ ക്ലീനാക്കി ഇട്ടിട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ അർക്കാവതി റിവറിൻ്റെ ഒരു ബാക്ക് വാട്ടറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ അടിച്ചത്. 12 മണിയായപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ടെൻ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒക്കെ കഴിഞ്ഞു കാര്യങ്ങൾ. അങ്ങനെ രാവിലത്തെ വിഷ്വൽസും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് പോകേണ്ട ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ കാണുന്ന സ്ഥലം ഒന്ന് കാണിച്ചു വെച്ചേ കണ്ടോ. ഇവിടുന്ന് കാണാൻ പറ്റില്ല. ഇവിടെ നമ്മൾ മേളിൽ കാണുന്ന ഒരു സ്ഥലത്ത് ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പം നമ്മുടെ വണ്ടി അങ്ങോട്ട് നമുക്ക് ഓഫ് റോഡ് ചെയ്ത് കയറി പോകാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് കയറി പോകാൻ പോവാണ്. അപ്പോൾ അവിടെ ഏറ്റവും ടോപ്പ് വരെ നമ്മുടെ വണ്ടി ചെല്ലില്ല, പക്ഷേ നമുക്ക് എന്താ പറഞ്ഞത്, അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ ചെന്നിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ട്രെയിലാണെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു ക്യാമ്പിംഗ് സ്പോട്ടാന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വരാനുണ്ടെങ്കിൽ ചിലപ്പോൾ വന്ന് സ്റ്റേ ചെയ്യാം. ഇവിടെയൊന്നും യാതൊരു വിഷയവും നമുക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ വന്നപ്പോൾ നമുക്കൊരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. ഇവിടെ എന്താണ് ഇവിടുത്തെ നമ്മൾ സാധാരണ ഒരു ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു 4 മണി ഒക്കെ ആകുമ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈവനിങ്ങിൻ്റെ ഒരു മനോഹരമായ ദൃശ്യം കിട്ടിയേനെ. പക്ഷേ അത് നമുക്ക് മിസ്സായി. നമ്മൾ വന്നപ്പം 12 മണിയായി. പക്ഷേ എന്താണെങ്കിലും ഒരു നല്ല അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നമുക്ക് മേളിലേക്ക് വിടാം. ഓക്കെ.